ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നൊരു സിമ്പിൾ ചമ്മന്തി ഉണ്ടാക്കിയാലോ? ഗൈസ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി കഴിക്കണമെന്ന് തന്നെ തോന്നും. ഒരു പാത്രം ചോറ് കാലിയാകുന്ന വഴി അറിയില്ല. അപ്പം നമുക്ക് നോക്കിയാലോ? കുറച്ച് പറ്റൽമുളക് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും ഈ സാധനം. അതങ്ങോട്ട് എടുത്തിട്ട് അതിൻ്റെ കൂടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്നതാണ് ഉള്ളി. ചെറിയ ഉള്ളി വേണം കേട്ടോ, അതെടുക്കുക. ഉള്ളി ആവശ്യത്തിന് ഇടുക. ഉള്ളിയിലാണ് ടേസ്റ്റ് ഇരിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിലയും കൂടെ എടുക്കുക. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് പുളി. ഇത് വാളംപുളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് തന്നെ എടുക്കാൻ ശ്രമിക്കണേ. എല്ലാം കൂടെ എണ്ണയിലിട്ട്, വെളിച്ചെണ്ണ തന്നെ വേണേ. വെളിച്ചെണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് പാം ഓയിലൊക്കെ എടുക്കാം, അല്ലെങ്കിൽ സൺഫ്ലവർ ആണെങ്കിലും എടുക്കാം. ഏറ്റവും ടേസ്റ്റി ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റി നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് കോരി ഒരു പ്ലേറ്റിലേക്ക് ആക്കാം. ഒരു മിക്സിയുടെ ജാർ എടുക്കുക. ആ ജാറിലേക്ക് നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടാം. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിടുക. ഉപ്പ് കൂടി പോകരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്താൽ മതിയേ, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരഞ്ഞു പോയി കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. ഈ ഒരു റെസിപ്പി എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണതേ. ഞാനതൊരു ഇലയിലേക്ക്, വാഴയിലേക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇലയിലേക്ക് നമുക്ക് നമ്മൾ ഇതെല്ലാം വഴറ്റിയ എണ്ണയില്ലേ, ആ എണ്ണ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി അതൊന്ന് ടേസ്റ്റ് നോക്കിക്കേ നിങ്ങൾ. അത് ചോറിൻ്റെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. നിങ്ങളൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഞാനിപ്പോൾ ചോറിൻ്റെ കൂടെ എടുത്തതും ആ ചോറ് കാലിയായ വഴി അറിഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ബൈ.